അഡ്വക്കേറ്റ് ബലദേവ്, ഇപ്പോൾ രണ്ടാമത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് അൻവർ പങ്കെടുക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം സംസാരിക്കും. CPM-നെ ശരിക്കും ഊരാക്കുടുക്കിലാക്കിയിരിക്കുകയാണല്ലോ PV അൻവർ. ഓരോ വിഷയവും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് PV അൻവർ സമ്മേളനങ്ങളിൽ സംസാരിക്കുന്നത്. ഇത് പ്രതിരോധിക്കാൻ CPM പാടുപെടുകയാണല്ലോ. CPM-ന് ഇടതുപക്ഷ മുന്നണിക്ക് ഒരു പാടുമില്ല. കാരണം അദ്ദേഹം ഉയർത്തിവിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്. അതിലുപരിയായിട്ട് CPM ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ, ഏറ്റവും വലിയ നേതാവായിരുന്ന കേരളത്തിലെ ഗർജിക്കുന്ന സിംഹം MV രാഘവൻ പാർട്ടി വിട്ടുപോയി. ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് പോയത്. ഇപ്പൊ CP ജോൺ മാത്രം അവശേഷിക്കുന്ന MV രാഘവന്റെ മകൻ ഉൾപ്പെടെ CPM-ലേക്ക് തിരിച്ചു വന്നു. ഗൗരിയമ്മ ലക്ഷക്കണക്കിന് ആൾക്കാർ ആലപ്പുഴ പ്രകടനം JSS ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയേ ഇല്ല. പിന്നെ PV അൻവർ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. അല്ല, PV അൻവറിന് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളായി മാറിയത് ഇപ്പോഴാണ്. പാർട്ടിയുടെ അംഗമല്ല, പക്ഷേ പാർട്ടിയുടെ സഹയാത്രികനായിരുന്നു. ഇത്രയും വർഷങ്ങൾ പാർട്ടിയോടൊപ്പം നിന്നു, ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിന്നു. MLA ആയി. അദ്ദേഹത്തിന്റെ അനധികൃതമായ പ്രവർത്തനങ്ങൾക്ക് പോലും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാൻ CPM-ന്റെ അണികൾ ഉണ്ടായിരുന്നു, സർക്കാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത്രയും നാൾ അൻവറിന്റെ അനധികൃത പ്രവർത്തനത്തെ തൊടാൻ മടിക്കുകയായിരുന്നുവല്ലോ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അൻവറിന്റെ പാർക്കിനെതിരെ ഇപ്പോൾ നടപടി തുടങ്ങിയല്ലോ. അപ്പോൾ അങ്ങനെ പറയരുത്. CPM-കാരനല്ലായിരുന്നുവെങ്കിൽ കൂടി CPM-ന്റെ സഹയാത്രികനായിരുന്നു അൻവർ. അപ്പോൾ പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പറഞ്ഞപ്പോൾ മാത്രം അൻവർ ശത്രുവായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞ MV രാഘവനും ഗൗരിയമ്മയും ഒക്കെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയും മറ്റു സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നവരാ. ഇതങ്ങനെയൊന്നുമില്ല. പാർട്ടിയുമായിട്ടൊരു മെമ്പർഷിപ്പ്, 10 രൂപയുടെ മെമ്പർഷിപ്പ് പോലുള്ള ആളല്ല PV അൻവർ. പിന്നെ ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസുമായിട്ട് പിണങ്ങി ഇടതുപക്ഷ മുന്നണിയിൽ വന്നു. മലപ്പുറത്തെ ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അവിടെ നിന്ന് ജയിച്ചു. അതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമില്ല. അവിടെ ഇത് മാത്രമല്ല, അൻവർ മാത്രമല്ല, പലപ്പോഴും പല മേഖലയിലും സ്വതന്ത്രന്മാരെ പരീക്ഷിച്ചിട്ടുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് സ്വാധീനമില്ലാത്തടുത്ത് ചില സ്വതന്ത്രന്മാരെ ഉപയോഗിച്ച് ആ സീറ്റുകൾ നിലനിർത്താനും പാർട്ടിക്കും മുന്നണിക്കും സ്വാധീനം ഉണ്ടാക്കാനും ശ്രമിക്കും. അതിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. പിന്നെ ഒരു കാര്യം മഞ്ചേഷ് പറഞ്ഞത് ശരിയാണ്. അൻവറിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇടതുമുന്നണി തന്നെ ഇതിനകത്ത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. CP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അദ്ദേഹത്തിന്റെ അമ്യൂസ്മെന്റ് പാർക്കും അനധികൃതമായ സ്വത്ത് സമ്പാദനം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ MLA എന്നുള്ള നിലയിൽ പല കാര്യങ്ങളിലും അദ്ദേഹത്തിനൊരു നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങളൊന്നും തന്നെ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്. കാരണം ഇദ്ദേഹം ഉന്നയിച്ച കുറേയധികം ആരോപണങ്ങളുണ്ടായിരുന്നു. അതിനകത്തെല്ലാം പാർട്ടിയും ഗവൺമെന്റും ശക്തമായ നിലപാടെടുത്തു. അന്വേഷണം നിയോഗിച്ചു. ഭാവി തിരുവാതിര കേസിൽ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ അന്വേഷണ കേസിൽ മാറ്റിയിട്ട് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാനായിട്ട് വെച്ച് ഇപ്പൊ അന്വേഷിക്കുന്നത് ഉത്തരമേഖല IG പ്രകാശ്, ഒരു DYSP പ്രേമന്റെ നേതൃത്വത്തിലുള്ളവരാണ് ഇപ്പൊ അത് അന്വേഷിക്കുന്നത്. നേരത്തെ നാരായണനും ശശിധരനെയൊക്കെ അവിടുന്ന് മാറ്റി പുതിയ ടീമിന് വെച്ച് അദ്ദേഹത്തിന്റെ ഒരാവശ്യമായിരുന്നു അത്. അതുപോലെ തന്നെ ADGP-ക്കെതിരെ അന്വേഷണം വിജിലൻസിന് വിട്ട് വിജിലൻസിന്റെ മേധാവിയുടെ നേതൃത്വത്തിലാണ് അതിപ്പോൾ അന്വേഷിക്കുന്നത്. അതുപോലെ P ശശിക്കെതിരെ മാത്രമാണ് പാർട്ടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയത്. പിന്നെ തൃശൂർ പൂരം, അത് ADGP കൊണ്ടുവന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രി തന്നെ തള്ളി. ഈ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പുതിയ അന്വേഷണത്തെ വെക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങൾ? അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം P ശശിക്കെതിരെയുള്ള ഒഴിച്ച് ബാക്കി എല്ലാം അന്വേഷിക്കുന്നു. P ശശിക്കെതിരെയുള്ളത് പാർട്ടി പരിശോധിക്കും. ശരി, അഡ്വക്കേറ്റ് ബൽദേവ്, പക്ഷെ അവിടെയൊക്കെ പൊതുജനത്തിന് തോന്നുന്ന സംശയങ്ങളുണ്ട്. കാരണം ഈ അന്വേഷണങ്ങളെല്ലാം ഇത് ഓരോരുത്തരും അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോഴും ആ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ പറയുന്ന പരാതികളിൽ ഒന്നും കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും അൻവറിനെതിരെ തിരിച്ച് ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. അതിനാൽ തന്നെ ആ അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നുള്ള മറുചോദ്യം ഇക്കാര്യത്തിലുണ്ട്.